ഇസ്രായേലിൻ്റെ നിലപാടിൽ തങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ. ഗസ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ഭയാനകരമാണെന്നും ഈ കാര്യത്തിൽ തങ്ങൾക്കുണ്ടായ വേദന ചെറുതല്ല, അത് വിശദീകരിക്കുന്ന സമയത്ത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടിയാണ് ഉർദുഗാൻ ഇതിനോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. എന്താണ് ഈ വിഷയം എന്ന കാര്യത്തെക്കുറിച്ച് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഓരോരോ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിലൊന്ന് പറഞ്ഞത് ഈജിപ്തിൽ വെച്ച കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം. ഇസ്രായേൽ അത് കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിലെ ഫലസ്തീനികൾക്ക് നേരെ നടത്തിയ ക്രൂരമായിരിക്കുന്ന വംശഹത്യ, 100-ലധികം പേർ ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. തങ്ങൾക്കതിൽ വലിയ മുറിവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഈ കരാർ വ്യവസ്ഥയിൽ ഞങ്ങളും കൂടി ഒപ്പിട്ടതാണ്. 23 രാജ്യങ്ങളിൽ ഒരു രാജ്യം തുർക്കിയായിരുന്നു. തുർക്കി ഇതിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കുന്ന സാഹചര്യ അവസ്ഥകൾ ഗസയിൽ ഉണ്ടാവണം എന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ട് എന്നതിനാലാണ് ഈ കരാർ വ്യവസ്ഥയിൽ തങ്ങൾ ഒപ്പിടാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായത്. അത് തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചത് കൊണ്ടാണ് തങ്ങൾ ഈ കരാർ വ്യവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു തുർക്കി കണിശമായ രീതിയിൽ പറഞ്ഞത്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ തങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞു. ഇസ്രായേലിനെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ മറ്റെന്തോ അമേരിക്ക തന്നെ അത് തടഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു കരാർ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കരാർ അംഗീകരിക്കുമെന്ന് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിച്ചിരിക്കുന്നതിന് യുദ്ധം ഉണ്ടാവില്ല, ഒരു അക്രമം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, ഞാനതിന് സാക്ഷിയാണ്, ഞാനതിന് ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മൂക്കിന് മുൻപിലൂടെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ട് ഫലസ്തീനികളുടെ താമസ സ്ഥലത്ത് ബോംബിട്ടുകൊണ്ട് അവർ മരണപ്പെടുന്ന ദയനീയമായിരിക്കുന്ന ഒരവസ്ഥ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം തുർക്കിക്കുണ്ടായി എന്നുള്ളതാണ്. കരാർ വ്യവസ്ഥ ലംഘിക്കാത്തവരാണ് ഇസ്രായേൽ എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് അത് ലംഘിക്കപ്പെടും എന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ മുൻപ് നടത്തിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. അത് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ കരാർ വ്യവസ്ഥയിൽ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥ അംഗീകരിച്ചു. ഇറാൻ ഏതായാലും അംഗീകരിക്കും, വിഷയമൊന്നുമില്ല. എന്തുകൊണ്ട് ഇസ്രായേൽ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു കാരണം, ഒരു കൃത്യമായിരിക്കുന്ന അതിൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ ആ കരാർ എങ്ങാനും ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ ഇല്ലാത്തൊരു സാഹചര്യം ഇറാൻ സൃഷ്ടിക്കും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. കരാർ ലംഘിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നതിനാൽ അത് അത്തരം ഒരു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതം ഇസ്രായേലിനുണ്ടാകുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാർ ലംഘിച്ചുകൊണ്ട് ഒരു പടക്കത്തിൻ്റെ കഷ്ണം പോലും ഇറാനിലേക്ക് അവർ വലിച്ചെറിഞ്ഞിട്ടില്ല എന്നുള്ളതിന് ലോകം സാക്ഷിയാണ്. എന്നാൽ ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനെ പോലെ ആക്രമിക്കാൻ പ്രതിരോധ സംവിധാനങ്ങളുണ്ടോ, യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ ഉണ്ടോ? അങ്ങനത്തെ യാതൊരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്ക് ഇടയിൽ നിരന്തരം ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി ഈജിപ്തിലെ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷവും അവർ തുടർന്നു. ഇതാണ് തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, വേദന തിന്നേണ്ട ഒരു സാഹചര്യം തങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞത്. എന്തൊക്കെയാണ് തങ്ങൾ ഇസ്രായേലിനെതിരെ സ്വീകരിച്ചെന്ന നടപടി എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വിശദീകരണം പറയുന്നു. ആ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: UN സഭയിൽ ഞങ്ങൾ ഇസ്രായേലിനെതിരെ വളരെ കൃത്യമായിരിക്കുന്ന നിലപാടെടുത്തു. ലോകത്തിലെ ഏക ഭീകര രാജ്യം ഇസ്രായേലാണ്. അതിൻ്റെ നിയന്ത്രണ കർത്താവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. ഭീകരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് ലോകത്തിന് മുൻപിൽ കീഴടങ്ങണം എന്നുള്ള പ്രസ്താവന ആദ്യമായിട്ട് UN സഭയിൽ പറഞ്ഞത് തുർക്കിയുടെ പ്രസിഡന്റാണ്. പിന്നീട് രണ്ടാമത് ഗസയിലെ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഫ്ലോട്ടില്ല സംവിധാനം വന്നു. 55ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന, സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഫ്ലോട്ടില്ല, അത്രയും 45ഓളം ബോട്ടുകളിലും കപ്പലുകളിലുമായി ഈ തീരത്തേക്ക്, ഗസ തീരത്തേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. അതിലേക്ക് തുർക്കി ആളെ വിട്ടു. തുർക്കിയുടെ ഒരു കപ്പലുണ്ടായിരുന്നു, അതിൻ്റെ സന്നദ്ധ സംഘങ്ങളുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഭക്ഷ്യധാന്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയ സംവിധാനത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഗസയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തങ്ങളും അതിൽ പങ്കാളിത്തം വഹിച്ചത്.
അതാണ് രണ്ടാമത്തെ കാര്യം അവർ വിച്ഛേദിക്കും. മൂന്നാമത്തത് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അപ്പാടെ വിച്ഛേദിച്ചു. നയതന്ത്ര ബന്ധമുള്ള രാജ്യമായിരുന്നു തുർക്കിയും ഇസ്രായേലും തമ്മിൽ. തങ്ങളുടെ അംബാസഡറോട് രാജ്യത്തേക്ക് വരാൻ വേണ്ടിയായിട്ട് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വിളിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ അംബാസഡറോട് രാജ്യം വിട്ടു പോകാനുള്ള പ്രസ്താവനയും പുറപ്പെടുവിച്ചു. അങ്ങനെ അവരോടുള്ള തങ്ങളുടെ വൈരാഗ്യം, വിരോധം, പ്രതിരോധം അതെല്ലാം വളരെ കൃത്യമായി പരസ്യമായി തന്നെ ചെയ്തു. അടുത്തത് പറഞ്ഞത് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തിയിലൂടെ പറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഞങ്ങൾ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. അത്രമ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ അതിനെ നേരിടും എന്ന തരത്തിൽ പറഞ്ഞു. നേരിടുക എന്ന് പറഞ്ഞാൽ വിമാനത്തെ വെടിവെച്ച് താഴെ വീഴ്ത്തും എന്ന് തന്നെയാണ് ഈ രാഷ്ട്രഭരണാധികാരികളൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ തോക്കെടുത്ത് വെടിവെച്ചുകൊണ്ട് വിമാനത്തിനെ താഴെ വീഴ്ത്തും എന്നൊന്നും പറയില്ല. സിമ്പിളായ രീതിയിൽ പറഞ്ഞ് അവർ അവസാനിപ്പിക്കും. നിങ്ങളുടെ വിമാനത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത്ര പറഞ്ഞ് അവസാനിച്ചതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് 2 യുദ്ധവിമാനങ്ങൾ തുർക്കിയുടെ അതിർത്തി കയറിക്കൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി പോയ വിവരം അവർ റഡാർ സംവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇത് ഇസ്രായേലിൻ്റെ വിമാനമാണ് എന്ന് തുർക്കിയുടെ ഗവൺമെൻറ് തെളിവ് സഹിതം ഉറപ്പിച്ചു. റഡാർ സംവിധാനത്തിൽ പിടിച്ചെടുത്ത സമയത്ത് അവർക്ക് ഏറെക്കുറെ അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരം കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി ഗവൺമെൻറ്റിനോട് നേരിട്ട് കൊണ്ട് തുർക്കിയുടെ ഗവൺമെൻറ് ചില നിലപാടുകൾ പറഞ്ഞു. ആ നിലപാടിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: 2 വിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ അറിയാതെ നിങ്ങൾ പറത്തിയതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അത്തരം ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഉയരും, പക്ഷേ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുകയില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഉയർന്നു പൊന്തും, അത് കൃത്യമാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തകർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ട സാഹചര്യം വരും എന്നതാണ്. അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം പിന്നെ ഇസ്രായേൽ തുർക്കിയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിമാനം പറത്തിയിട്ടില്ല എന്നുള്ളതും ചരിത്രം. പിന്നെ ഏറ്റവും ഒടുവിലത്തെ വിഷയങ്ങൾ ഇങ്ങനെയാണ്. അത് ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്ന് താഴെ വീണതിനാൽ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതിന് വലിയ രീതിയിലുള്ള മെഷീനറി സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഗസക്ക് ആവശ്യമാണ്. ഗസയിൽ അങ്ങനത്തെ യാതൊരു സംവിധാനങ്ങളും ഇല്ല. JCB പോലെയുള്ള പൊക്ലിൻ പോലെയുള്ള വലിയ സംവിധാനത്തോടു കൂടി മാത്രമേ ഈ മേഖലയിൽ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതിന് തയ്യാറായി രാജ്യങ്ങൾ വന്നു. പക്ഷേ തുർക്കിയുടെ പേര് പറഞ്ഞ സമയത്ത് തുർക്കിയിലാണ് അത്തരം മെഷീനറി സംവിധാനങ്ങൾക്ക് വേറെയുള്ള ഒരുപാട് കിലോമീറ്റർ ദൂരമുണ്ട്. 1000 മുതൽ 1500 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഗസയും തുർക്കും തമ്മിൽ. 1800 ചില്ലാൻ ഒന്നിൽ കാണാൻ വേണ്ടി പറ്റും, ഒന്നിൽ ഏകദേശം 2000 കിലോമീറ്ററിന് അടുത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രയും ദൂര പരിധി കടന്നു വേണം ഗസയിലേക്ക് എത്താൻ. പക്ഷേ ഞങ്ങൾ വരാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? ഇസ്രായേൽ തടഞ്ഞു. ഈ തുർക്കിയുടെ സഹായം തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളത്. അത് പിന്നീട് വലിയ രീതിയിലുള്ള വിഷയങ്ങളായി. അത് രാജ്യാന്തരം ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു തടയപ്പെടുന്ന ഒരു പ്രവൃത്തിക്ക് ഇസ്രായേലിന് അധികാരമില്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ സ്വതന്ത്രമായിരിക്കും റിപ്പബ്ലിക്കാണ്, ഗസ മറ്റൊരു ദേശമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉള്ളവർക്ക് ഇതിനെ തടയാനൊന്നും സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒടുവിൽ ഇസ്രായേൽ ഗത്യന്തരമില്ലാതെ സമ്മതിച്ചു. 350ഓളം അത്തരം വാഹനങ്ങൾ JCB പോലെയുള്ള ഈ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി ഇത്തരം സാധനങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പറ്റുന്ന വലിയ രീതിയിലുള്ള മിഷണറി സംവിധാനത്തോടു കൂടി തുർക്കി ഗസയിലേക്ക് പ്രവേശിച്ചു. അത് ചരിത്രമായിരുന്നു. അത് തുർക്കിയുടെ വാഹനത്തിൽ ഉടനീളം ഈ തുർക്കിയുടെ പതാക കെട്ടിക്കൊണ്ടും ഒരു ഭാഗത്ത് തുർക്കിയുടെ പതാകയും മറ്റൊരു ഭാഗത്ത് ഫലസ്തീൻ്റെ പതാകയും വെച്ചുകൊണ്ടാണ് അവർ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ഇതെല്ലാം ഞങ്ങൾ ഗസയ്ക്ക് വേണ്ടി ചെയ്താണ്. റഫ അതിർത്തി കടന്നുകൊണ്ട് ഗസയുടെ മധ്യത്തിലൂടെ അവർക്ക് വേണ്ടി സഹായഹസ്തവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ലോകത്തോട് ഞങ്ങൾ അഭിമാന പുരസ്കാരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് ചെയ്തത്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫലസ്തീൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം സംവിധാനിക്കപ്പെട്ട 1000ഓളം വാഹനങ്ങൾ തുർക്കിയുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനെ സജ്ജമാക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാതെ സജ്ജമാക്കിയിരിക്കുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞത് 23 രാജ്യങ്ങൾ കരാറിൽ ഒപ്പിട്ടിട്ട് ഈ കരാർ വ്യവസ്ഥ അപ്പാടെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ താന്തോന്നിത്തം ആ മേഖലയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ തങ്ങളോടൊപ്പം സഹകരിച്ച് നിന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പരാതിയും അതിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.